glorious moments. ഞാൻ ഇന്ന് ഇട്ടുകൊടുത്ത വാക്യം കണ്ടായിരുന്നോ? അപ്പോസ്തല പ്രവൃത്തിയില് കൃത്യമായിട്ട് പൗലോസ്ലീഹ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുക സാത്താര. ഇത് കേട്ടപ്പോഴത്തേക്ക് അവർക്ക് ഞാൻ പിന്നെ എന്നെ ചവിട്ടാതിരിക്കാൻ എന്താ പറഞ്ഞേക്കുന്നേ? എന്താ പച്ചയ്ക്ക് പറഞ്ഞേക്കുന്നേ? വാക്യം റെഫറൻസ് പറഞ്ഞാൽ മതി, ഞാൻ എടുക്കാം. അപ്പോസ്തല പ്രവൃത്തി ഏതാ? 26:18. ഞാൻ കേട്ടില്ല കേട്ടോ, ഒന്നുകൂടെ പറയാമോ? വാക്യം റെഫറൻസ് ഇടയ്ക്ക് ലൈൻ കണക്ഷൻ പോയായിരുന്നു. ഞാൻ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. 26:18. ഇതൊരു ഭയങ്കര സാധനമാണല്ലോ വിഭോചക. ഇത് കോണ്ടെക്സ്റ്റും കറക്റ്റാ. അടർത്തി മാറ്റിയതാന്ന് അടർത്തി മാറ്റിയതാന്ന് പറയാനൊക്കത്തില്ല. കോണ്ടെക്സ്റ്റ് കറക്റ്റാ. ഉപയോഗിച്ച ടാക്ടിക്സ് കണ്ടായിരുന്നോ? ഇസ്രായേൽ മക്കള് കൊള്ളാത്ത എന്നാ വാക്യം വിമോചക? എന്താ വെച്ചാ ഏത് വാക്യാണ്? താങ്ക് യു. ഏതാ വാക്യം? അപ്പോസ്തല പ്രവൃത്തികൾ 26:18. ഏതാ? എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്നാ പറഞ്ഞിട്ടുണ്ട് അവര്? എന്നിട്ട് അവര് അന്ധകാരപ്രഭു ആരാന്ന് പറഞ്ഞു? ഇസ്രായേൽ മക്കൾ ഒരിക്കലും ദൈവത്തെ അവരനുസരിച്ചിട്ടില്ല, അവര് ഏറ്റവും മോശപ്പെട്ട ആളുകളാണ് എന്നുള്ള രീതിയിൽ ഇതെല്ലാം പഴി അവരുടെ മേളിൽ വിചാരിക്കും. പിന്നെ അവര് വിശുദ്ധ ജനമെന്ന് വിളിക്കുന്നത് എന്തിനാ? അത് അവര് ഈ സാത്താന്റെ ശക്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാക്ക്. അതെ. അപ്പൊ ആരാണ് സാത്താൻ എന്നുള്ളത് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ആരാണ് സാത്താൻ? പറയൂ. സാത്താന്റെ ശക്തി എന്നല്ല, സാത്താന്റെ അധികാരം എന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ അനുഭവം വെച്ച് നോക്കിയാൽ യഹോവയാണ് പിശാച്. പിശാചിനടുത്ത് ഞങ്ങളുടെ പുസ്തകത്തിൽ സാത്താന്റെ ശക്തിയിൽ നിന്ന് അങ്ങനെ ഒരു സാത്താൻ ഇല്ലെന്ന്, യഹോവയല്ലാതെ വേറൊരു സാത്താൻ ഈ ബൈബിളിൽ ഇല്ല. യഹോവയേക്കാൾ മികച്ച ഒരു സാത്താനെ ബൈബിളിൽ നിന്ന് കാണിക്കുന്നവർക്ക് എന്റെ ഒരു കുതിരപ്പവനുണ്ട്. അത് 118 വർഷം പഴക്കമുള്ള സാധനമാണ്. അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ലൈവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കൊടുക്കും. പക്ഷെ അത് ക്ലാരിറ്റി പറഞ്ഞാൽ സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിക്കണം. സത്യവേദ പുസ്തകം ഒന്ന് എടുത്തു വായി. അത് ഞാനത് കൈകൊണ്ട് തൊടുകയല്ല. അത് എനിക്കത് ബുദ്ധിമുട്ടാകുന്നത്. 40 വായിച്ചാണ്. അതും ചെയ്യത്തില്ല. ഞാനത് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ആ സാധനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതാണ് ഈ സീച്ചോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവാത്ത. ഇടയ്ക്കിടയ്ക്ക് ഈ സാത്താനോട് ഒരു ചെറിയ ഭക്തി വരും. ഇല്ലല്ലേ, ഇവരെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് അവരുടെ ബൈബിളിനകത്ത് യഹോവ ഇല്ല. ഒരു സേഫ് ഗാർഡിലാണ്. അപ്പൊ അവരുടെ വിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു സംശയം പോലും വരാതിരിക്കാൻ അവരത് ഒഴിവാക്കും. എബ്രാച്ച കേക്കുന്നില്ല താങ്കള് പറയുന്നത്. ബെൻസി വന്നല്ലോ, ഇപ്പൊ കേക്കാവോ? എന്നാലും പറഞ്ഞു. അപ്പം യഹോവ എന്ന് പറയുന്ന ഒരു പേര് അവിടെ പറഞ്ഞില്ലെങ്കിലും വിയോസിക്കകത്ത് യഹോവ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ആ ഒരു എൻറ്റിറ്റി അവിടെ കാണിക്കുന്നില്ലേ? അപ്പൊ യഹോവ എന്നുള്ള പേരാണോ ആ എൻറ്റിറ്റിയുടെ പ്രശ്നമല്ലേ പ്രശ്നം? അങ്ങനെയല്ലത്. യഹോവ എന്നുള്ള ഒരു എൻറ്റിറ്റി ഉണ്ട്, യഹോവ എന്നുള്ള ഒരു പൊസിഷനും ഉണ്ട്. യഹോവ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കർത്താവ് എന്നുള്ള അതൊരു സ്ഥാനമാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പോലെ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാകാം, ഇപ്പൊ സതീശനാണ്. അതുപോലെ യഹോവയായിരുന്നു ഇസ്രായേലിന്റെ കർത്താവ്. ആ കർത്തൃത്വം മാറി യേശു കർത്താവായി. അതാണ് സുവിശേഷം. ഇപ്പോൾ യേശുവാണ് കർത്താവ്. പണ്ട് യഹോവയായിരുന്നു കർത്താവ്. ആ യഹോവ എന്ന കർത്താവിനെ കാലേവാരി അടിച്ച് അവന്റെ പല്ല് അടിച്ചു കൊഴിക്കാനാണ് യേശു വന്നത്. അതാണ് പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ യഹോവ എന്നുള്ള തർജ്ജം വരുമ്പോൾ ഇത് രണ്ടും ഒന്നാന്ന് ചിന്തിക്കും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല. മുഖ്യമന്ത്രി വരുന്നു എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ പിണറായി വിജയൻ വരുന്നു എന്നാണ്. പക്ഷെ ആള് മാറി, ഇപ്പൊ സതീശനാണ്. അപ്പൊ സതീശനും പിണറായിക്കും ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ മുഖ്യമന്ത്രി എന്ന് മാത്രം എഴുതിയാൽ അത് പലരും EMS തൊട്ട് സതീശൻ വരെ പലരും മാറി മാറി വരും. അപ്പൊ അവിടെയാണ് വ്യക്തി എന്നുള്ളത്. യഹോവ എന്ന ആ പേഴ്സൺ അല്ലെങ്കിൽ ആ എൻറ്റിറ്റി ഇസ്രായേലിന്റെ ലോഡ്ഷിപ്പിൽ ഇരുന്നപ്പോൾ നടന്ന കുൽസിതങ്ങളും കുതന്ത്രങ്ങളും ഒക്കെയാണ് അതിനകത്ത് കാണുന്നത്. അത് അവസാനിപ്പിക്കാനാണ്. അതാണ് സുവിശേഷം. അപ്പൊ യേശു എന്ന പേഴ്സൺ വന്നു. നൗ ജീസസ് ഈസ് ദ പേഴ്സൺ, ബട്ട് ജീസസ് ഈസ് ലോർഡ്. ഇപ്പൊ ലോർഡ്, എന്റെ കർത്താവ് എന്ന് വിളിച്ച ഒരു ക്രിസ്ത്യാനി വിളിക്കുമ്പോൾ അത് യേശുവിനെയാണ്. പക്ഷെ യേശുവാണ് കർത്താവ്. പക്ഷെ അത് പേഴ്സണാണ്. ഇപ്പൊ കർത്താവ് എന്ന് വിളിച്ചു. പണ്ട് ഇസ്രായേൽ കർത്താവ് എന്ന് പറഞ്ഞാൽ അത് യഹോവയായിരുന്നു. ഇപ്പൊ യഹോവയല്ല കർത്താവ്, യേശുവാണ്. പക്ഷെ രണ്ടിനും ഒരുപോലെ നിൽക്കുന്ന
ഒരു പദമാണ് ഈ കർത്താവ് എന്നുള്ളത്. അബ്രാച്ചാന് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഞങ്ങൾ എനിക്ക് അത് സംബന്ധിച്ച് ചോദ്യമില്ല, എനിക്ക് അത് സംബന്ധിച്ചില്ല. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പിഒസിക്കകത്തെ ലോഡും പിഒസിക്കകത്തെ ലോഡും സത്യവേദോസത്തിലെ യഹോവ ഒന്നല്ല, അത് രണ്ടാന്ന് പറഞ്ഞത് പിന്നെ മനസ്സിലായെന്ന് തന്നെ അച്ഛൻ പറഞ്ഞെന്തിനാ? അത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന്. അല്ല, പിഒസിക്കകത്തെ പഴയ നിയമത്തിലുള്ള യഹോവയാ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു എന്ന് പറയുന്നത് അത് സാത്താനാണെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പം പിഒസിക്കകത്ത് ലോഡ് സെഡ് സോ എന്ന് പറയുന്നതും രണ്ട് സാധനം ഒന്ന് തന്നെ. സാധ്യത അത് ഹിസ്റ്റോറിക്കലായിട്ടാണ് സഭ വായിക്കുന്നത്. ഹിസ്റ്ററി അങ്ങനെ സംഭവിച്ചു, അതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അത് മാറ്റി എഴുതാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇന്ന് എനിക്ക് തർക്കമില്ല, എനിക്ക് തർക്കമില്ല. ഞാൻ ചോദിക്കുന്ന അതല്ല. ഈ സെക്കൻഡ് അച്ഛൻ ആ ചോദ്യം കറക്റ്റായിട്ടൊന്ന് ഫ്രേസ് ചെയ്യുക. ഈ ചോദ്യം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ലോഡ് എന്ന് എഴുതിയിരിക്കുന്നതും യഹോവ എന്ന് എഴുതിയിരിക്കുന്നതും പഴയ നിയമത്തിൽ ഒരാളെ പറ്റി തന്നെയല്ലേ? എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ അല്ലെങ്കിൽ സതീശനെ പറ്റി തന്നെ അല്ലേ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്? ആണ്. അല്ല, പഴയ നിയമത്തിൽ ലോഡ് എന്ന് എഴുതുമ്പോ ആ അധികാര സ്ഥാനത്ത് നിന്ന് അങ്ങനെ സംഭവിച്ചു എന്നാണ് എഴുതുന്നത്. ലോഡ് എന്ന് എഴുതുന്നുള്ള ആളുടെ പേര് എഴുതുന്നില്ല. അതില്ല ഞാൻ സമ്മതിച്ചു. അതെ. അപ്പൊ ഇവിടെ വരുമ്പോ ഇപ്പോൾ ലോഡ് ആരാണെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കുക. ലോഡ് ആരാണ്? ഇപ്പോൾ ജീസസ് ഈസ് ലോഡ്. അപ്പൊ യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ യഹോവയുടെ കർത്തൃത്വത്തെ നിഷേധിക്കുകയാണ്. ഫോർമലി യഹോവയായിരുന്നു കർത്താവ്. ഇത്രേ ഞങ്ങൾ പറയുന്നുള്ളൂ. അപ്പൊ നമ്മള് തർക്കമില്ല. ഞാൻ ചോദിക്കാൻ കാര്യം പറഞ്ഞപ്പം ജീവിക്കാനാവുകൊണ്ട് രക്ഷപ്പെട്ടു, അതിനകത്ത് യഹോവയെന്ന് എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാ. ഈ സാധനങ്ങൾ രണ്ടും പഴയ നിയമത്തിൽ വന്നിരിക്കുന്നത്. അതെ, കത്തോലിക്ക വിശ്വാസികൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനും അവരുടെ ഇടയിൽ ഒരു തർക്കം ഉണ്ടാകണ്ടെന്നോർത്ത് ബുദ്ധിപൂർവ്വം അവരതങ്ങ് കർത്താവെന്ന് വെച്ചിരിക്കുന്നതാണ്. ഇത് എഴുതി വെച്ച് ഇല്ലാത്ത കൊസറാക്കൊല്ലില്ല ഉണ്ടാകണ്ടല്ലോ എന്ന് ഓർത്ത്. മനസ്സിലായോ? ഇപ്പം ലോഡ് യേശു ക്രിസ്തു അല്ലെന്ന് പറഞ്ഞു പറയാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടുകയതേ. ഈ ബെൻസൊക്കെ എന്നാ ഉദ്ദേശിച്ചോണ്ടാ ഇപ്പോഴും യഹോവ കർത്താവ് ഒരാള് സ്വീകരിക്കുന്നു, സ്തുതിക്കുന്നു, ഭജിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജീസസിന്റെ ലോഡ്ഷിപ്പിനെ അവർ നിഷേധിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഒരു ദാസനും ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. കർത്താവ് എന്ന് പറഞ്ഞ യജമാനൻ എന്നാണ് അർത്ഥം. ഇത് കൃത്യമായിട്ട് യേശു പറയുകയാണ്. യജമാനൻ കൂറിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോണായി എന്ന് പറഞ്ഞാൽ യജമാനൻ. അതാണ് യേശു പറഞ്ഞത്. ഒരു സമയം രണ്ട് യജമാനന്മാരെ നിങ്ങൾക്ക് സേവിക്കാൻ പറ്റില്ല. ഒരേ സമയം ജീസസിനെയും യഹോവയും കൊണ്ട് വെക്കാൻ പറ്റില്ല. ആ ഞാനിമ കളിയാണ് ബെൻസൊക്കെ കളിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വ്യഭിചാരി എന്നാ വിളിച്ചേക്കുന്നത്. മോശം. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.